നേരത്തെ ഞാൻ പറഞ്ഞു, കന്യാകുമാരി മുതൽ കശ്മീർ വരെ എന്നുള്ളത് ന്യൂസ് 18 സംബന്ധിച്ചിടത്തോളം, നെറ്റ്വർക്ക് 18 സംബന്ധിച്ചിടത്തോളം കേവലം ഒരു അലങ്കാരമല്ല, അവകാശവാദമല്ല. ഇപ്പോൾ ന്യൂസ് 18 പ്രഭാത കേരളം സ്വീകരണ മുറികളിലേക്ക് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ന്യൂസ് 18 ജമ്മു, കശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ് എന്ന ഏറ്റവും പുതിയ ചാനലിന്റെ എല്ലാവിധമായ ഇൻഫ്രാസ്ട്രക്ചറും ഉപയോഗിച്ചാണ്. അപ്പോൾ ഫിറോസ് വാണിയും ഗുലാം നബി ഖാനുമാണ് ദൃശ്യങ്ങൾ, ഈ മനോഹര ദൃശ്യങ്ങൾ, ദൽ തടാകത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമുക്കൊന്ന് തിരുവനന്തപുരത്ത് പോകാം. അവിടെ റഷ്യൻ നൃത്ത സംഗീതോത്സവം നാട്ടുകാരെ, സന്ദർശകരെ ത്രസിപ്പിക്കുകയാണ്. പ്രശസ്തമായ അൽത്തായിലെ സംഘമാണ് ഈ ദൃശ്യ വിരുന്ന് ഒരുക്കുന്നത്. അൽത്തായിലെ ഭരണകൂടത്തിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ വിറ്റാലി സ്നേസറാണ് ഈ ഉത്സവം ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് ആ കാഴ്ചയൊന്ന് കണ്ട് ദൽ തടാകത്തിലേക്ക് തിരികെ എത്താം. റഷ്യൻ പരമ്പരാഗത നൃത്തരൂപങ്ങൾ, വിവിധ തരത്തിലും നിറത്തിലുമുള്ള വേഷവിധാനങ്ങൾ, റഷ്യൻ ഗ്രാമങ്ങളുടെ സംസ്കാരം പ്രതിഫലിപ്പിച്ച് കലാകാരന്മാർ വേദിയിൽ നിറഞ്ഞാടി. റഷ്യയിലെ സൈബീരിയൻ പ്രവിശ്യയായ അൽത്തായിൽ നിന്നുള്ള 35ഓളം കലാകാരന്മാരാണ് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചത്. പരമ്പരാഗത റഷ്യൻ നൃത്തരൂപങ്ങൾക്കു പുറമെ പരിപാടിക്ക് മാറ്റുകൂട്ടി ജിപ്സി ഡാൻസും നേവി ഡാൻസും റഷ്യൻ നാടോടി സംഗീതവും. അൽത്തായ് റീജിയണൽ സർക്കാരും റഷ്യൻ ഹൌസും റഷ്യയുടെ ഓണററി കോൺസുലേറ്റും കേരള യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചാണ് നൃത്തോത്സവം സംഘടിപ്പിച്ചത്. പാളയം കോബാങ്ക് ടവേഴ്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം.